ചിക്കൻ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് ആദ്യം നമ്മുടെ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇടേ, എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കേ. അപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ വലിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നന്നായിട്ട് എണ്ണ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നാലേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഉള്ളി കണ്ട നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്, അതാണ് ലൈറ്റിനൊരു മഞ്ഞിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി, അത് കുറച്ചധികം ചേർത്തോളേണ്ടി കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ചൊരു പെരുംജീരകം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി കുറേ ടൈം ഇരുന്ന് വേവേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് ഇടുമ്പോൾ ചിക്കൻ കുറച്ച് നേരം എന്തായാലും വേവിക്കല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തക്കാളി വെന്തോളൂ കേട്ടോ. നല്ലോ മിക്സ് ചെയ്ത് കൊടുത്ത് ആ പച്ചമണക്കൊന്ന് മാറി വരുമ്പം തന്നെ മസാലയിലേക്ക് ആ ഒരു കളർ പിടിച്ച് കണ്ടില്ല, അത് നമ്മൾ അത്രയും വാട്ടി ഒരു പച്ചമണം മാറുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ ഒരു നല്ലൊരു കളർ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടാം. ഞങ്ങൾക്ക് ലെഗോണാട്ടോ കിട്ടിയത്. അപ്പം ഞാൻ ഇത് ഓൾറെഡി ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ലെഗോൺ വേവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 4 വിസിൽ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചിക്കനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്നും വറ്റി വരണം. അപ്പം ബ്രോയിലർ ചിക്കനാണ് കിട്ടുന്നതെങ്കിലും നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഇത് കുക്കറിൽ വേവിച്ചതിനെ കൊണ്ട് അതിലുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതേ ഉള്ളൂ. ബ്രോയിലർ ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ ഈ മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് അതിൽ തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നുള്ളൂ. ഉള്ളീൻ്റെയും തക്കാളീൻ്റെയും ചിക്കൻ്റെയൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് അതിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് ഇപ്പം അത് ഞാൻ വേവിച്ചതിനെ കൊണ്ട് അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടായതിനെ കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾ വെള്ളം ചേർക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് തീരെ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കരുത്, അടച്ച് വെച്ച് അങ്ങ് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലാന്ന് വെച്ചാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ഒരു ഗ്രേവി ടൈപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ആ കുരുമുളക് പൊടീൻ്റെ ഒരു പച്ച കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ കുരുമുളക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് യോജിപ്പിച്ചെടുക്കണേ. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ പെപ്പർ ചിക്കനും ചിക്കൻ ഫ്രൈയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പോലും വിചാരിച്ചില്ല, ഞാൻ ഫസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, എൻ്റെ പെപ്പർ ചിക്കൻ കൂട്ടി എല്ലാവരും പറഞ്ഞൊരു കാര്യമായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.